എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പാചകത്തിനെടുക്കുന്ന തേങ്ങയിൽ നിന്നും വെളിച്ചെണ്ണ എടുക്കുന്നത് എങ്ങനെയെന്നുള്ള ഒരു വീഡിയോ ആണ്. ഇന്ന് ഞാനിപ്പോൾ കറിക്ക് എടുത്തിട്ടുള്ള തേങ്ങയാണിത്. ഒരു ചെറിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ പാലിങ്ങനെ വെള്ളമൊന്നും ചേർക്കാതെ ഇതുപോലെ പിഴിഞ്ഞെടുക്കുക. ഇതുപോലെ പിഴിഞ്ഞെടുക്കാം. പിന്നെ ഈ തേങ്ങാപ്പാൽ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ 1-2 ആഴ്ച ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഒരുമിച്ചെടുത്ത് കാച്ചി എണ്ണ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ തേങ്ങ പിഴിഞ്ഞെടുത്ത് ബാക്കി തേങ്ങ അരയ്ക്കാനെടുക്കാം. മീൻ കറിക്കോ വെജിറ്റബിൾ കറിക്കോ എല്ലാം ഇതെടുക്കാം. ഇതിന് ടേസ്റ്റിന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഇത് ഓരോ ദിവസവും ഇതുപോലെ ഫ്രിഡ്ജിലെടുത്ത് വെച്ച തേങ്ങാപ്പാലാണ്. അത് കട്ടിയായിരിക്കുന്നത്. ഇനി ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ 2 ആഴ്ചയോളമായി എടുത്ത് വെച്ചതാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് പാചകത്തിനെടുക്കുന്ന തേങ്ങയിൽ തന്നെ പാചകത്തിനുള്ള വെളിച്ചെണ്ണയും എടുക്കാൻ പറ്റും. ഇനി അതിലേക്ക് 2 അലവറയുടെ തണ്ടെടുത്തിട്ടുണ്ട്. അതിൻ്റെ ജെല്ലെടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പാചകത്തിനും തലയിൽ തേക്കുന്നതിനും എല്ലാം ഈ എണ്ണ തന്നെ മതിയാകും. രണ്ട് തണ്ടിൻ്റെയും ജെല്ലെടുത്തിട്ടുണ്ട്. കുറച്ച് പച്ചയെല്ലാം അതിൽ വീണിട്ടുണ്ടായിരുന്നു. അത് അതിലേക്ക് വെന്ത് ചേർന്നോളും. ഇതിപ്പം എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതും കൂടെ ഇട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക. എണ്ണ നല്ലപോലെ തെളിഞ്ഞതിന് ശേഷം ഇടയ്ക്കൊന്ന് ഇളക്കിയാൽ മതിയാകും. ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും. പാത്രത്തിൻ്റെ അടിയിൽ പിടിച്ച് പെട്ടെന്ന് കരിഞ്ഞു വരും. ഇപ്പോൾ എണ്ണ നല്ലപോലെ തെളിഞ്ഞ് വരുന്നുണ്ട്. വേഗത്തിൽ നമുക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ റെഡിയായി കിട്ടും. ഇതിന് നല്ലൊരു ബ്രൗൺ കളറായി കിട്ടണം. എത്രത്തോളം ബ്രൗൺ കളറായി വരുമോ അത്രയും എണ്ണ നല്ലപോലെ തെളിഞ്ഞ് കിട്ടും. ഇനി ഇത് കോരി മാറ്റാം. ഈ കക്കവും നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാവുന്നതാണ്. കറിക്കെല്ലാം ചേർക്കാവുന്നതാണ്. നല്ലപോലെ എണ്ണ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് തണുത്തിട്ടുണ്ട്. അതൊരു കുപ്പിയിലേക്ക് കോരി മാറ്റാവുന്നതാണ്. കുട്ടികൾക്ക് ദേഹത്ത് തേച്ച് കുളിപ്പിക്കുന്നതിനും എല്ലാം ഈ ഒരു എണ്ണ നല്ലതാണ്. മിക്സിയിൽ പൊടിച്ച് വെച്ചിരുന്നാൽ മീൻകറിയിലോ സാമ്പാറിലോ എല്ലാം ഇത് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാവുന്നതാണ്. ആ കറിയൊക്കെ നല്ല ടേസ്റ്റായിരിക്കും. തീയലൊക്കെ വയ്ക്കുമ്പോഴും ഇതിൽ കുറച്ച് ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ. താങ്ക് യു.